മനസ്സമ്മതം ചോദിക്കുന്നു. വധുവിൻ്റെ ഭാഗത്തു നിന്നും വരൻ്റെ ഭാഗത്തു നിന്നും ഓരോ സാക്ഷികൾ ദയവായിട്ട് മുന്നോട്ട് നിൽക്കണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. കർത്താവിൽ നമ്മുടെ മകനായ ബിജു ജെയിംസ് ഈ നിൽക്കുന്ന എലിസബത്ത് തോമസിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷികൾ കേൾക്കുന്നു. കർത്താവിൽ നമ്മുടെ മകളായ എലിസബത്ത് തോമസ് ഈ നിൽക്കുന്ന ബിജു തോമസിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. സാക്ഷികൾ കേൾക്കുന്നു. അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമാകുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി ഭവിക്കണമേ. നിന്നോടും ആത്മതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടും കൂടെ അക്ഷയമായി സൗഭാഗ്യങ്ങൾ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും വാത്സല്യഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കിപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. Oh
നിന്റെ സമാധാനം അന്യോന്യം സമർപ്പിതനായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരനെ സംയോജിപ്പിക്കേണ്ടമേ. ഇവർ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകണമേ. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മലമായ രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിന് സകല ജാതികളെയും സജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീകന്മാരെയും സർവോത്തമനെ നിനക്ക് സ്തുതി. തന്റെ ദാസരുടെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും സമയങ്ങളിലും അടികളുടെ ആയുസ്സിന്റെ ശേഷിച്ച നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവ്വജ്ഞാനത്തിൽ പരിശുദ്ധനതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള പൂർവനും അനാദ്യന്തമായ എല്ലാവരുടെ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം തീരും തിരുവനന്തപുരം അവൾക്ക് നീ ബോധിരമായ വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവിക ധാരത്താൽ അവളെ നിന്നോടുകൂടി വസിപ്പിച്ച് വിശുദ്ധ സ്നേഹന്മാർ മുഖേനെ പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹനിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും വിവാഹനിശ്ചയം ചെയ്തവരുടെ ആനന്ദമോതിരത്തിൽ കൂടെ പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ വാഴ്ത്തിയ പ്രകാരം ദൈവികാശിസ്സുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടി ജ്ഞാനത്തിൽ പരിപൂർണയായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചതിനെ പ്രകീർത്തിക്കുകയും തിരുമുമ്പാകുന്നതിനെ പരിശുദ്ധാത്മാവിനെ ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. കടകളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും കൈക്കൊള്ളുമാറാകട്ടെ. പരിപാവന സഭയിൽ
നിന്റെ പ്രാർത്ഥന എളിയവരായ ഞങ്ങളുടെ മധ്യസ്ഥതയിൽ നിന്റെ ദാസർ പരസ്പരം വാദിച്ചയും ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയപരിമളം വീശുവാൻ ഇവർ തമ്മിൽ യഥാർത്ഥമായ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യവും ഉണ്ടാകുവാൻ നീ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കാരുണ്യത്താലും ബഹുലോസനാദരവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതൃപുത്ര പരിശുദ്ധായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്റെ വലത് കൈ കണ്ണാർവോളം നിന്നിലേക്ക് നീട്ടിട്ട് നിന്റെ വിവാഹ ഉടമ്പടിയുടെ ഈ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴ്വുകൾ നൽകുന്നതുമായ വലം കൈ നിന്നോടുകൂടിയായിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്റെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടിട്ട് വിശുദ്ധാത്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധാചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതിയർപ്പിക്കണം. അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാലുള്ള ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗന്ദര്യമേറിയ പരിപാടിയും തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലപാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാകട്ടെ. മണവാളനെ തന്റെ വീടിന്റെ കോഴിയെ ആനന്ദിക്കുകയും മണവാട്ടി അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിൽ അധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാകട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന സിയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഈ മക്കളെ സംരക്ഷിക്കട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. കർത്താവേ, നീ ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ. സുഹൃത്തുക്കളാകുന്ന സമ്പത്ത് നീ ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ നീ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ മക്കൾക്ക് അത് നീ അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ ശ്രീബായാൽ ഈ മണവാളനെയും മണവാട്ടിയും നീ കാത്തുകൊള്ളണമേ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിക്കേറ്റാം.
എല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ ജയമുള്ള ശ്ലീബാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്യുകയും ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്നേഹം നിറഞ്ഞ മക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ പ്രിയ മക്കളുടെ വിവാഹ കുദാശയുടെ പ്രഥമ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അവരുടെ മനസ്സമ്മതം കർത്താവ് സ്വീകരിച്ച് മോതിരങ്ങൾ അവർക്ക് നൽകി അവരുടെ മനസ്സമ്മതത്തിൽ കർത്താവ് മുദ്ര വെച്ചിരിക്കുകയാണ്. കർത്താവ് ഇനിയും അവരെ അഭിഷേകം ചെയ്ത് ഈ കുടുംബജീവിതത്തിന് ആവശ്യമാകുന്ന നൽവരങ്ങൾ നൽകാൻ പോകുന്ന നൽവര ശുശ്രൂഷയിലേക്ക് ഈ കുദാശയുടെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ നമ്മളുടെ പൂർവ്വപിതാക്കളെ ഓർത്തുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വർഷിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ വലിയ ആശീർവാദമാണ് ഇവിടെ തരാനായിട്ട് പോകുന്നത്. ദൈവം ആദത്തെ ഹവ്വയോടും അബ്രഹാമിനെ സാറയോടും ഇസ്ഹാക്കിനെ റബേക്കയോടും യാക്കോബിനെ റാഹീലിനോടും ചേർത്ത് അനുഗ്രഹിച്ചതുപോലെ പ്രിയമക്കളെ, നിങ്ങളെ കർത്താവ് ചേർത്ത് അനുഗ്രഹിക്കുന്ന ഈ വലിയ അനുഗ്രഹകരമായ സമയത്ത് മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി വന്ന് ചുരിയുവാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. മക്കളും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഈ പിതാവിലും മാതാവിലും ഉണ്ടായിരുന്ന അനുഗ്രഹം എൻ്റെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, എന്നിൽ കർത്താവെ നീ തലയണമേ ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നിരിക്കുന്ന എല്ലാവർക്കും ഈ മക്കളെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനുള്ള ഒരു സമയമാണ് തൊട്ടടുത്ത് വരുന്ന ഒരു പ്രാർത്ഥനാ വേള, അല്ലെങ്കിൽ നമ്മൾ ആ ഗീതം ചൊല്ലുന്നത്. നിങ്ങളെല്ലാവരും നാഥ ഈ ദാസരെ വാഴ്ത്തട്ടെ, ദൈവാകൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കണം. വൈദികരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ്, അത് കഴിഞ്ഞിട്ട് നിന്നിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ആശീർവദിക്കാം. അവരുടെ മേൽ കുരിശുകൾ വരച്ച് മക്കളും ആശീർവാദം സ്വീകരിക്കും. ആദിമദീ
പിതാവുന്ന പരിഷ്ഠാവുന്നേ ഇവ സന്തോഷത്തോട് ആനന്ദോടും നിനക്ക് സ്ത്രീകാടിയെ തിരിച്ചതിൽ ആഹ്ലാദിക്കുമാറാകണമേ. നിത്യനായ കർത്താവേ, മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടപ്രദാനം ചെയ്യുന്ന നിനക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ വാഴ്ത്തപ്പെടുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ബഹുമാനവും ആരാധനയും നൽകി യോഗ്യമാകുന്നു. ബഹുമതിയും സദായ ഞങ്ങൾക്ക് വേണ്ടവാ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാധാരങ്ങളിൽ നീ ഉത്സവനാകുന്നു. ശിക്ഷാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ശാന്തം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സംഗീതരായ നിന്റെ കരുണയിലും ദൈവയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഈ മക്കളെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നുവരുമായിരിക്കുവാനിടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന്റെ സാത്താസത്തിൽ സുന്ദരികളിലതി സുന്ദരി നീ ജാതിയുടെ സാധ്യമതല്ല
ഞങ്ങളെല്ലാവരും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാർഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കണം. അവരെ സഭയിൽ വിശദീകരിക്കുന്നതിനും ജലം കൊണ്ട് കഴുകി അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇത് വലിയൊരു രഹസ്യമാണ്. ഞാൻ മിശിഹായി അവന്റെ സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ബാധിക്കുമോ? ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് അതിനെ യോഗ്യരാക്കി തീർക്കട്ടെ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ കാരണക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ട ബിച്ചു, അനി, പ്രിയ മക്കളെ, ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ആശീർവദിച്ച് അനുഗ്രഹിച്ച് നന്മകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ പരിശുദ്ധ സഭയിൽ സ്ലീബാ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടതായ ഒരു തിരുനാളാണ് സഭയിൽ. വിശുദ്ധ കുസ്തന്തീനോസ് രാജാവും ഹെലേന രാജ്ഞിയും പരിശുദ്ധ കുരിശ്, കർത്താവ് മരിച്ച കുരിശ് കണ്ടെത്തി അത് വീണ്ടെടുക്കുന്നതായ ഒരു വലിയ അനുഭവവും സംഭവവുമാണ്.
നമ്മുടെ സഭയിൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പരിശുദ്ധ ശ്ലീബായ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. മറ്റെല്ലാ ദിവസങ്ങളിലും ഓരോരോ നിയോഗങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ചൊവ്വാഴ്ച സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബുധനാഴ്ച പരിശുദ്ധ ദൈവമാതാവിന് വേണ്ടിയിട്ട്, ശനിയാഴ്ച വാങ്ങിപ്പോയവർക്ക് വേണ്ടി, വെള്ളിയാഴ്ച ദിവസം നമ്മൾ പരിശുദ്ധ കുരിശിനെയാണ് ആരാധിക്കുന്നത്. പരിശുദ്ധ കുരിശ് എന്ന് പറയുന്നത് നമുക്കറിയാം, തടികൾ ഉണ്ടാക്കിയതായ ഒരു വസ്തുവല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഞങ്ങൾക്കതിനാലേ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. വിശിയാതമ്പുരാൻ ഈ ശ്ലീബായെ നോക്കിക്കൊണ്ടാണ്, കർത്താവിനെ നോക്കിക്കൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ശ്ലീബ നമ്മളത് വഹിക്കുന്നു, നമ്മളത് ഇടുന്നു. അതുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു. പ്രിയപ്പെട്ട മക്കൾക്ക് ഇപ്പോൾ അവരെ കിരീടങ്ങൾ ആശീർവദിക്കുമ്പോൾ അവർക്ക് നൽകുന്നതും വിശുദ്ധ കുരിശിൻ്റെ അനുഗ്രഹങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ട റംബാച്ചൻ എന്നോട് കൂടിയിരുന്ന കുടുംബാംഗങ്ങളായിരിക്കുന്ന വൈദികര്, പ്രിയപ്പെട്ട ലൂയിസ് അച്ഛൻ ഇവിടെ ഇല്ലായെങ്കിലും അദ്ദേഹവും നമ്മളോട് കൂടെ സ്നേഹവും ഒക്കെ മക്കളെ അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. സ്നേഹിക്കുന്നവരെ, ഇപ്പോഴും ഇടവകയുടെ സാധുജന സഹായ നിധിയിലേക്ക് വേണ്ടതായ ഒരു കാണിക്ക ഇപ്പോഴും എടുക്കുന്നതായിരിക്കും. അത് ശുശ്രൂഷകർ മരുഭൂമിയിൽ അവർക്ക് എന്താണ് കിട്ടാൻ സാധ്യതയുള്ളത്? ഒന്നും കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ മന്ന അവർക്ക് വേണ്ടി പൊഴിച്ചു. മന്ന അവർ ആദ്യമായിട്ട് ഭക്ഷിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? തേൻ പോലെ മധുരിക്കുന്ന അപ്പമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ പിന്നീട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ യാത്രാമധ്യേ, അങ്ങനെയാണ് പറയുന്നത്, അവരുടെ യാത്രാമധ്യേ ദൈവികമായ ആ അവസ്ഥയിൽ നിന്ന് അവരസ്വസ്ഥരായി. അവരുടെ ദർശനം അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളെ എന്തിനാണ് ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഞങ്ങളാണ് അവരെ ഭത്സിച്ച് അവരെ ഇല്ലാതാക്കുന്നത്. സ്നേഹമുള്ള മക്കളെ, ഈ ഒരു സംഭവം നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ മനസ്സ് മടുത്ത് അസ്വസ്ഥരാകുന്ന അവസരത്തിൽ ഇന്നലകളിൽ നമുക്കുണ്ടായിരുന്നതെല്ലാം വളരെയേറെ സ്വാദിഷ്ടമായിട്ട് നമ്മൾ അനുഭവിച്ചതിനെയൊക്കെ നമ്മൾ തള്ളിയാണ്. നമുക്ക് ആ അപ്പം കിട്ടാതിരുന്ന സമയത്ത് കിട്ടി, ഭക്ഷണം സന്തോഷത്തോടു കൂടി കഴിച്ചു. പക്ഷെ പിന്നീട് അതിനെ അവർ അപലപിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇതാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ്. ഇന്ന് ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ മക്കൾ ഏറെ സന്തോഷത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പിറുപിറുപ്പുകൾ ഉണ്ടാവാൻ, അതായത് ഈ യാത്ര തുടരുമ്പോൾ മന്നോഷ്ണരാകുന്നതിനും ഒക്കെ നമ്മൾ നന്ദിയില്ലാത്തവരായിട്ട് കണ്ട് അതിനെക്കുറിച്ച് പരിദേവനങ്ങൾ, അസ്വസ്ഥതകളൊക്കെ നമ്മൾ പറയാനിടയാവും. കുടുംബജീവിതത്തിൽ നമുക്കറിയാം, പൊതുവേ നീ ഞങ്ങളെ എത്രമാത്രം കരുതിയിരിക്കുന്നു. മക്കൾക്ക് ഇപ്പോഴുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് നോക്കിയോ. മക്കൾക്ക് ഇതെവിടെ നിന്ന് കിട്ടി? എല്ലാം ദൈവം തന്നാണ്, അല്ലേ? മക്കളുടെ കുടുംബം വളരെ അനുഗ്രഹത്തിൻ്റെ ദാനമാണ്. അപ്പോൾ അങ്ങനെ ആ ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ട് അവനെ നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കുവാൻ നമുക്ക് സാധിക്കണം. കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമാകുന്നത് നന്ദി ഉള്ളവരായി മാറുമ്പോഴാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ തിരുമേനി 3 വാക്കുകൾ നിങ്ങൾ അങ്ങനെ എല്ലാത്തിനും നന്ദി. ആദ്യമേ ദൈവത്തിന് നമുക്ക് വീട്ടാൻ പറ്റാത്ത മാതിരി നമ്മൾ ധാരാളം കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അത് നമ്മൾ ശരിയായ നിലയിൽ തിരിച്ചറിഞ്ഞ് നെൽക്കതിരുകൾ പോലെ നമ്മളാവണം. അല്ലാതെ നെൽക്കതിര് അല്ലാത്ത പതിരുകളായിട്ട് മാറിയാൽ അതെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ
മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ പാരം നമിക്കുന്നു നവാമ്പുവാൽ ഘനം. അങ്ങനെയാണ് കവി പാടിയിരിക്കുന്നത്. മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ പാരം നമിക്കുന്നു നവാമ്പുവാൽ ഘനം. അപ്പോൾ സ്നേഹമുള്ള മക്കളെ, നന്ദിയുള്ള ആ ഒരു വലിയ നന്ദിയുടെ ഒരു സ്വഭാവം നമ്മൾ കരയണം. ഫോർ എവ്രിതിങ് സേ താങ്ക് യു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടായാലും അല്ലേ, അല്ലെങ്കിൽ നമുക്കറിയാം, അതുകൊണ്ട് കുരിശൊന്നും നമ്മൾ ചോദിച്ചു വാങ്ങണ്ട. പക്ഷേ ലഭിക്കുന്നതിന് നന്ദിയോടുകൂടി സ്വീകരിക്കുവാൻ ഈ ക്രിസോസ്റ്റം പറഞ്ഞതുപോലെ ദൈവം എന്നോട് കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് അങ്ങനെ എന്നോട് കടപ്പെടാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ അർത്ഥം ദൈവം നിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അവൻ കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മാർപ്പാപ്പ പറഞ്ഞ വാക്ക് സേ ഓൾവേസ് പ്ലീസ്. നമ്മളൊരു കാര്യം നമുക്ക് ആവശ്യമുള്ളപ്പോൾ സേ പ്ലീസ് അല്ലേ, നമുക്ക് നമ്മളുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന രീതി, നിങ്ങൾ എന്നെ ആദരിക്കുന്നത് നിങ്ങളിലുള്ള ദൈവീകതയാണ് എന്ന് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയാൽ, അല്ലാതെ വരുമ്പോഴും എനിക്ക് കുഴപ്പമില്ല. അതല്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആദരിക്കാനായിട്ട് സാധിക്കുക? നമ്മളെല്ലാവരും മറ്റുള്ളവരെ ആദരിക്കുന്നത് ആ ആളിൻ്റെ നന്മ നമ്മൾ തിരിച്ചറിയപ്പെടണം. ആ ആളിൻ്റെ നന്മ തിരിച്ചറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. പ്രത്യേകിച്ച് ജീവിത പങ്കാളി. കർത്താവ് നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ അവകാശങ്ങളാണ് നിങ്ങൾക്കെല്ലാം ഉള്ളത്. വിശുദ്ധ വചനം പറയുന്നത് പോലെ നിങ്ങൾ ഉൾപ്പെടെയുള്ളത് നിങ്ങൾ അന്യോന്യം അവകാശപ്പെട്ടിരിക്കുകയാണ്. ആ ബിച്ചുവിൻ്റെ ശരീരം അനുഭവം ശരീരം ബിച്ചുവിനും ശരീരം പോലും അവകാശപ്പെട്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ വീണ്ടും പറയേണ്ട കാര്യം അതാണ്, നമ്മൾ ഷുഡ് ഓൾവേസ് സേ പ്ലീസ്. കാരണം ആളിൻ്റെ ഔദാര്യമാണ്, നന്മയാണ്. അതിനെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായിട്ട് മാർപ്പാപ്പ പറയുന്നത് സേ ഓൾവേസ് സോറി. നമ്മൾ കുറവുള്ളവരൊക്കെയാണ്. സോ വി ക്യാൻ ഗോ റോങ്. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ചെയ്യുന്നവരാവണമെന്നില്ല. ബട്ട് ഇഫ് യു ഹാവ് എ സെൻസ് ഓഫ് കൺട്രീഷൻ അല്ലേ, നമുക്ക് ആ മനസ്സിൽ ഒരു മാനസാന്തരത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. അവർ ചെയ്യുന്ന എല്ലാം ചെയ്യാം, ആരും ചോദിക്കാനില്ല എന്നുള്ള തലത്തിലാണ്. നമ്മളുടെ ഉള്ളിലുള്ള ഈ കോൺട്രീഷൻ, മാനസാന്തരം അല്ലെങ്കിൽ മനസ്സിൻ്റെ അന്തരം നൊമ്പരവ് ബോധമുണ്ടാണ്. ജീവിത പങ്കാളി എന്നുള്ള തലത്തിൽ മക്കളെ, നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ വരാൻ പോവുകയാണ്. എപ്പോഴും താങ്ക് യു പറയാൻ, പ്ലീസ് പറയാൻ, അതുപോലെ തന്നെ സോറി പറയാൻ. അപ്പോൾ മക്കളത് പറഞ്ഞ് അന്യോന്യം ക്ഷമ കൊടുത്തും ക്ഷമ സ്വീകരിച്ചും നിങ്ങൾ ജീവിക്കണം. ഈ പരിശുദ്ധമായ കൂദാശയിൽ ഞങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മക്കളിങ്ങനെ ഈ അനുഗ്രഹീതമായ ആ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് മറുതലിക്കാൻ പാടില്ല. ഈ എന്നുള്ള തലത്തിൽ ഞങ്ങൾക്ക് ഉള്ള വലിയ അഭിമാനം ഞാനിവിടെ അറിയിക്കുകയാണ്. നമ്മുടെ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മുഖ്യ വികാരി ജനറലായിട്ട് പ്രിയപ്പെട്ട വത്സല റംബാച്ചൻ നമ്മളെ അനുഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ട റംബാച്ചൻ്റെ ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. കാരണം പ്രിയപ്പെട്ട റംബാച്ചൻ്റെ കൊച്ചുമകനായിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ നന്മകൾ നേരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട മകള് ഞങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹീതയായ ഒരു കുഞ്ഞാണ്. അവൾ പനയ്ക്കാമറ്റും കുടുംബം ഒരു കാലത്ത് ധാരാളം വൈദികരെ സഭയ്ക്ക് നൽകിയ ഒരു വലിയ പാരമ്പര്യമാണ് പനയ്ക്കാമറ്റ് കുടുംബത്തിനുള്ളത്. ആ പാരമ്പര്യത്തിൽ ജനിച്ച് ദൈവത്തോടും ദൈവീകതയോടും ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട മകളെ നീ വളർന്നു. നിന്നെ ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടുകയാണ്. നീ അവിടെ ഇന്ന് സന്തോഷമുള്ളവളായിരുന്നു. മകൾ ഇന്നു മുതൽ നമ്മുടെ കുടുംബത്തിൻ്റെ
ആ അനുഗ്രഹവും നന്മയും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ബിഷുവിൻ്റെ കുടുംബത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് മധ്യസ്ഥം വഹിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ഒരു പൈതലായി മകളെ നീ തീരും, സംശയമൊന്നുമില്ല. അതാണ് എൻ്റെ ആശംസ. പ്രിയ ബിഷു, ഞങ്ങളുടെ എല്ലാമായ ഞങ്ങളുടെ കുഞ്ഞിനെ മകൻ്റെ കയ്യിൽ തരികയാണ്. അവൾ ഇന്നു മുതൽ നിൻ്റെ കയ്യിലാണ്. നീ വേണം അവളെ സന്തോഷവതിയാക്കാനായിട്ട്. അവളുടെ കണ്ണുനീര് ഒരിക്കലും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ വിശിഷ്ടമായ ആശീർവാദം നൽകി അവരെ കുടുംബത്തിൻ്റെ എല്ലാ നന്മകളാലും നിറയ്ക്കുകയാണ്. നമ്മുടെ മക്കളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെല്ലാം ഇപ്പോൾ മാറ്റി അതെല്ലാം നിറവും അനുഗ്രഹവുമാക്കി തീർക്കുന്ന ഈ അഭിഷേക ശുശ്രൂഷയെ പ്രാർത്ഥനയോടുകൂടി നമുക്കറിയാം.
നിന്റെ നീതിയുടെ കിരീടം അണിയിക്കുകയും അനശ്വരമായ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആശീർവദിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുന്നു. പരിശുദ്ധ
നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയമണവാളനായ മിശിഹായുടെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹായുടെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങളും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള അതിന്റെ വലത്തെ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെയായിരുന്നു ആ കൽക്കരസായുടെ ഗതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികി ഭൂമിയിൽ നിറയുവിനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമിയിൽ പാലിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ഉണ്ടാക്കുവാൻ സീനായിൽ മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. Bye.
നാം ഏവരും ദൈവഭോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണഘോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാരിൽ നിന്ന് പരിമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്ലീബായുടെയും വിശുദ്ധ യെരൂശലേമിന്റെയും ഈ സമൂഹത്തിന്റെയും മുമ്പാകെയാകുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല അറിയുന്നവന്റെ സന്നിധിയിലെത്രയും നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങളുടെ ദൈവ മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമരഹിതമായ എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരനും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിനും മണവാളിനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹിതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യാകുമാരിയാവിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശുമിശിഹായുടെ വലതുകൈ നാം എല്ലാവരിലും എപ്പോഴും വന്ന് ആവസിക്കുവാൻ ഇടയാകട്ടെ. പ്രിയ മക്കളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളോട് എല്ലാവരോടുമുള്ളതാകുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുകയും നിങ്ങൾ ഓരോരുവരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. എന്നാൽ അവർ സ്വന്തം ജനങ്ങളെ വിട്ട് പ്രതാപനോട് യോജിച്ചിരിക്കുന്നു. ആയതിനാൽ വിളിച്ചു അനിയെ അവളോട് ദയാപൂർവ്വം വർത്തിക്കണം. സ്വന്തം പ്രാണനെ പോലെ അവളോട് വർത്തിക്കണം. നീ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കുക. നീ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കുക. പ്രിയമകളെ, നീ വിശുവിനെ യോജിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാണ്. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൻ്റെ അടുക്കൽ പെരുമാറും. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. Amen.